പ്ലാസ്റ്റിക് കവറുകൾ എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതും അതുപോലെ നമ്മൾക്ക് നല്ല പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾക്ക് വെറുതെ കളയണ്ടല്ലോ. ചീത്ത പ്ലാസ്റ്റിക് കവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴുകിയൊക്കെ അത് ഉണക്കിയൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് ഉണക്കുമ്പോഴൊന്ന് കീറി ഉണക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണക്കി കിട്ടും. അങ്ങനെ ഉണക്കിയാണല്ലോ നമ്മൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ മന്നവർക്കൊക്കെ കൊടുക്കേണ്ടത്. നനഞ്ഞൊന്നും അവർ കൊണ്ടുപോകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന മീനൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവർ ഒന്ന് വട്ടം നന്നായിട്ട് ഒന്നെല്ലാം 4 വശം ഒന്ന് കീറി വെയിലത്തേക്ക് ഇടുകയാണെങ്കിൽ അത് ഉണങ്ങിക്കിട്ടും. അങ്ങനെ അവർക്ക് കൊടുക്കുക. അതല്ലാതെ നല്ല പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ആവശ്യമുള്ള പ്ലാസ്റ്റിക് കവറുകൾ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഡപ്പയാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഈ സൈസിലുള്ള എന്തെങ്കിലും ഒരു ഡപ്പ എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോ കവറും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഇങ്ങനെ വെച്ച് അടുക്കിയെടുക്കാം. അപ്പം നമ്മൾക്ക് ഇങ്ങനെ അലങ്കോലമായിട്ട് നമ്മളുടെ പ്ലാസ്റ്റിക് കവറുകളൊന്നും കിടക്കത്തില്ല. അത് നമ്മൾക്ക് ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്നൊക്കെ നമ്മൾക്ക് ഇപ്പം കടയിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പ്ലാസ്റ്റിക് കവർ തപ്പിയെടുക്കേണ്ടി വരികയില്ല. നമ്മൾക്കത് അടുക്കും ചീട്ടയോടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുവാനായിട്ട് പറ്റും. അത് തന്നെ നമുക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകൾ നല്ല പ്ലാസ്റ്റിക് കവറൊക്കെ ഒരുമിച്ച് നമ്മൾക്ക് ആവശ്യത്തിനായിട്ട് ഒരുമിച്ച് കൂട്ടിയിടുമ്പോൾ അതിനായിട്ട് നമുക്ക് ഒത്തിരി സ്പേസ് വേണ്ടി വരും. എല്ലാം കൂടി വാരി വലിച്ചിടുമ്പോൾ ഒത്തിരി സ്പേസ് വേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാം കൂടി കൂട്ടി നമ്മളൊരു കവറിനകത്തിട്ട് വയ്ക്കാമെന്ന് വെച്ചാലും അതിങ്ങനെ തുളഞ്ഞി കൂടി അതുപോലെ പാറ്റയും കീടങ്ങളൊക്കെ കയറി ഇങ്ങനെ പാറ്റയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും നമ്മളെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ. അല്ലാതെ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എല്ലാ പ്ലാസ്റ്റിക് കവർ നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നല്ല പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുവാനായിട്ട് സാധിക്കും. വളരെ പാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതുപോലെ നല്ല നല്ല പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾക്ക് ഉപയോഗമുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതിയിലെല്ലാം കുറച്ചായി കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അടുക്കി എടുത്തിട്ട് നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അതെങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം നമ്മളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡപ്പ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നമുക്കെടുക്കാം. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് കവറുകളും നമുക്ക് ആവശ്യമുള്ള നല്ല നല്ല കവറുകൾ നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നല്ലോ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴോ നമ്മൾക്ക് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴോ പ്ലാസ്റ്റിക് കവറൊക്കെ വാങ്ങിക്കുമ്പോഴും അതുപോലെ സഞ്ചികളൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ വില കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നല്ല നല്ല പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾക്ക് വേറൊരു ഇതുപോലത്തെ ഒരു വലിയൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ അടിഭാഗം അടിയിൽ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അതിൻ്റെ നടുഭാഗം ആ പ്ലാസ്റ്റിക് കവർ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പകുതി വശം ഇങ്ങനെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു അത് വീഡിയോ അത് കാണുന്നില്ല ശരിക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കവറിൻ്റെ അടിഭാഗം അതിൻ്റെ നടുക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അത് ഇച്ചിരി പൊങ്ങിപ്പോയി ക്യാമറ വെച്ചപ്പോൾ, അതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്. ഒന്നുമില്ല, അതിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിഭാഗം നമ്മൾ പിടിക്കുന്ന വശമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കണ്ടോ. അപ്പോൾ അവിടെ ഇത്രയും ഒരു ഹോള് വന്ന് കണ്ടോ, ഈ ഒരു രീതിയിൽ മുറിച്ചപ്പോൾ അവിടെ ഇതുപോലൊരു നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ മുറിച്ചപ്പോൾ കുറച്ച് ഭാഗം മുറിച്ചാൽ മതി. അതിനുശേഷം ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ആ പിടിക്കുന്ന ഭാഗത്ത് നമ്മൾ ആ തുറന്ന ഭാഗത്തേക്ക് ഇതുപോലെ നമ്മളുടെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ കൂട് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ
വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. അങ്ങേ അറ്റം വരെ എത്തുന്ന വിധത്തിൽ നമുക്കങ്ങനെ അത് ചുരുക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ പ്ലാസ്റ്റിക് കവറുകൾ, മേളിലിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചുരുക്കി അങ്ങേ അറ്റം വരുന്നത് വരെ നമുക്ക് കൊണ്ടുവരാം. കണ്ടോ? അപ്പോൾ നമ്മുടെ നടുവിലുള്ള ഹോള് കണ്ടോ? നമ്മളെ ടിഷ്യൂ പേപ്പറൊക്കെ നമ്മൾ വലിച്ചെടുക്കത്തില്ലേ ബോക്സിൽ നിന്ന്, ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മളുടെ ആ കൂട് കൊണ്ടുവരണം. കണ്ടോ? മനസ്സിലായില്ലേ? അതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾക്ക് തിരിച്ചിങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ആ ഡെപ്പ അതിൻ്റെ അകത്ത് നിന്ന് അങ്ങോട്ട് മാറ്റാം. അപ്പം നമ്മളുടെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം അടുങ്ങി ആ വലിയ കവറിൻ്റെ ഉള്ളിൽ ആയി. കണ്ടോ? ഈ ഒരു രീതിയിൽ. അതിനുശേഷം നമ്മൾക്ക് ഒരു ഹുക്ക്, നമ്മളുടെ ഭിത്തിയിലൊരു ആണി തറയ്ക്കുക. ആ ആണിയിൽ നമ്മളുടെ അടുക്കളയോട് ചേർന്നുള്ള ഭിത്തിയിൽ ഒരു ആണി തറയ്ക്കുക. അതിനുശേഷം നമ്മുടെ പ്ലാസ്റ്റിക് കവർ അവിടെ തൂക്കിയിടുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് ആവശ്യ സമയത്ത് ഓരോ പ്ലാസ്റ്റിക് കവർ എടുക്കാം. കണ്ടോ? വളരെ എളുപ്പമല്ലേ? നമ്മൾക്ക് അത്യാവശ്യ സമയത്ത് നമ്മൾക്ക് എവിടെയെങ്കിലും പോയി തപ്പണ്ട. നമ്മളുടെ പെട്ടെന്ന് തന്നെ അത് നമ്മൾക്ക് ഒരു നിഷ്പ്രയാസം നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾക്കിതുപോലെ വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് നമ്മൾക്ക് ഉപയോഗിക്കാം. കണ്ടോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ വിദ്യ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കരുതേ. ഓക്കെ.